തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ നടന്ന ഒരു രസകരമായ കുറ്റകൃത്യം. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ് ഈ കുറ്റകൃത്യം. ഞാൻ മെയിൻ സ്ട്രീം മാധ്യമരംഗത്ത് നിന്നപ്പോൾ കൂടുതൽ കാലവും ക്രൈം റിപ്പോർട്ടിംഗ്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് അതൊക്കെയായിരുന്നു എൻ്റെ ബീറ്റ്. ജനറൽ റിപ്പോർട്ടിങ്ങിനൊപ്പം ഡെസ്കിലായി വർക്ക് ചെയ്തപ്പോഴും ക്രൈം ഷോകളായിരുന്നു എൻ്റെ കൗതുകവും ഞാൻ കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ക്രൈം കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത ക്രൈമാണ്. നിങ്ങൾ കരുതും വലിയ എന്തെങ്കിലും കൊലപാതകമോ ദുരൂഹതയോ നിറച്ച സംഭവമാണ്. ദുരൂഹതയാണ് സോഷ്യൽ മീഡിയയിൽ പടരുന്നത്. തിരുവനന്തപുരത്ത് അമ്പൂരിയിലാണ് ഈ സംഭവം നടന്നത്. സംഭവം മറ്റൊന്നുമല്ല, സുഹൃത്തിൻ്റെ ഭാര്യ വീട്ടിൽ തനിച്ച് ഉണ്ടായിരുന്നപ്പോൾ, 24-കാരിയാണ് ആ പെൺകുട്ടിയല്ല യുവതി, അവരെ സുഹൃത്ത് പോയി ബലാത്സംഗം ചെയ്യുകയാണ്. അവരെ ബലാത്സംഗം ചെയ്തു. അതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് ശേഷം അതോ കുറച്ച് നാളുകൾക്ക് ശേഷമോ ഈ യുവാവ് തട്ടിക്കൊണ്ടുപോയി കന്യാകുമാരിയിലെ ലോഡ്ജിൽ എത്തിച്ച് അവിടെ വെച്ചും ഈ യുവാവ് പീഡിപ്പിച്ചു എന്നാണ് തിരുവനന്തപുരത്ത് വെള്ളറട പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്. പ്രതിയെ പിടികൂടി. പ്രതിയുടെ ഫോട്ടോയൊക്കെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിനകത്ത് ആളുകളുടെ കമൻറ്റും ആളുകളുടെ സംശയങ്ങളുമാണ് ഞാൻ ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കാരണമായത്. ആളുകൾ പറയുന്നത് 24 വയസ്സുള്ള യുവതി അവരുടെ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ സുഹൃത്ത് അതിക്രമിച്ചു കയറി അവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് ഒരു പരിധിവരെയെങ്കിലും വിശ്വസിക്കാൻ ആളുകൾ തയ്യാറാണ്, ഈ പൊതുജനം തയ്യാറാണ്. കാരണം അങ്ങനെയൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ അയാൾ ഈ യുവതിയെ പീഡിപ്പിച്ചത് വാസ്തവമായിരിക്കാം എന്ന് ആളുകളും ജനങ്ങളും ഈ മീഡിയയിൽ ഈ വാർത്ത കാണുന്ന ആളുകളൊക്കെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ പീഡനം എന്ന് പറയുമ്പോൾ ഇവരെ ഈ 24-കാരിയെ ഈ യുവാവ് തട്ടിക്കൊണ്ടുപോകുന്നു. അതാണ് ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം, കന്യാകുമാരിയിൽ ലോഡ്ജ് മുറിയെടുക്കുന്നു. നമുക്കറിയാം, ലോഡ്ജ് മുറിയൊക്കെ എടുക്കണമെങ്കിൽ ആധാർ കാർഡ്, പിന്നെ പോകുന്ന ആളുകളുടെ അഡ്രസ്സ്, ഇതൊക്കെ കൃത്യമായി ലോഡ്ജിൽ പറഞ്ഞാൽ മാത്രമേ ലോഡ്ജിൽ മുറിയെടുക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് ഈ യുവതി 24-കാരിയാണല്ലോ, 24-കാരിയെ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഇവർ സ്വാഭാവികമായും ലോഡ്ജിലുള്ള ആളുകളോടോ, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ ട്രെയിൻ മാർഗമാണെങ്കിൽ ട്രെയിനിലുള്ള സഹയാത്രികരോടോ, ബൈക്കിലാണെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ആരോടെങ്കിലുമോ ഇയാൾ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പരാതി പറയാനുള്ള, രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഈ സാധ്യതകളൊക്കെ നിരത്തിയാണ്. ഇനിയിപ്പോൾ ലോഡ്ജിൽ എത്തിക്കഴിഞ്ഞാൽ ലോഡ്ജ് ജീവനക്കാരോട് പരാതിപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ലോഡ്ജിലെ റിസപ്ഷനിലെത്തുമ്പോൾ കൃത്യമായും അവർ ചോദിക്കും, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ആധാർ കാർഡ് എവിടെ എന്നൊക്കെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയാലും ചോദിക്കും. അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടില്ലേ? അതുവരെ ഈ യുവതി എന്തുകൊണ്ട് ഒന്നും മിണ്ടിയില്ല? ഇവരെ എന്തെങ്കിലും നൽകി മയക്കിയാണോ കൊണ്ടുപോയത്? വേറെ എന്തെങ്കിലും തരത്തിൽ മൂടിക്കെട്ടിയാണോ കൊണ്ടുപോയത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ സംശയം ഉയരുന്നത്. ഈ സംശയം ഒരുപക്ഷെ ഈ വാർത്ത കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടായേക്കാം. ഇവിടെ ഒരു സ്ത്രീയാണ് പരാതിക്കാരി. സ്ത്രീ പറയുകയാണ്, ഭർത്താവില്ലാത്ത സമയത്ത് ഇയാൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി തന്നെ ബലാത്സംഗം ചെയ്തു. ഒന്നാമത്തെ പരാതി നിലനിൽക്കുന്ന പരാതിയാണ്. രണ്ടാമത്തെ പരാതിയും സ്ത്രീ പറയുകയാണ്, എന്നെ ഇയാൾ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി കന്യാകുമാരിയിലെ ലോഡ്ജ് മുറിയിലെത്തിച്ച് അവിടെ വെച്ചും പീഡിപ്പിച്ചു എന്ന് പറയുകയാണ്. മറ്റതൊക്കെ സാങ്കേതികത്വം മാത്രമാണ് ഈ ആളുകളുടെ വിരളി പിടിക്കൽ. പോലീസ് ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നീതിപൂർവമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ന്യായമായും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ വൈറൽ വീഡിയോയ്ക്ക് താഴെ വൈറൽ കമന്റ് ഇടുന്ന ആളുകൾ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഒരു സ്ത്രീ തന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ വാദത്തിനും ആ കേസിനുമാണ് കൂടുതൽ വില ലഭിക്കുക. നിയമവാഴ്ച നിലനിൽക്കുന്ന സ്ഥലത്ത് നീതിപീഠത്തിന് മുന്നിൽ ആ പരാതിക്കാണ് കൂടുതൽ വാലിഡിറ്റി ഉള്ളത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന കമന്റുകൾ ഇട്ടിട്ട് സംശയങ്ങൾ പറയുന്ന ആളുകളുടെ സംശയങ്ങൾക്കല്ല കോടതി ഉത്തരം നൽകുക. പോലീസ് കൃത്യമായി കേസ് അന്വേഷിക്കട്ടെ. ആ സ്ത്രീയുടെ പരാതി സത്യാവസ്ഥയുള്ളതാണെങ്കിൽ അവർക്ക് നീതി ലഭിക്കട്ടെ.